നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി 2ാം സെമസ്റ്റർ BA ഹിസ്റ്ററി ക്ലാസ്സുകളിലേക്ക് എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ഫ്രം പ്രീ ഹിസ്റ്ററി ടു 7th സെഞ്ചുറി CE എന്ന പേപ്പറിലെ 2ാമത്തെ ബ്ലോക്കിലെ 5ാമത്തെ യൂണിറ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ 5ാമത്തെ യൂണിറ്റിന്റെ പേര് രാജ, ബ്രഹ്മ ആൻഡ് വിസ് എന്നാണ് ഈ ഒരു യൂണിറ്റിന്റെ പേര്. അപ്പൊ ഇവിടെ നമ്മൾ പഠിക്കുന്നത് ലേറ്റർ വേദിക് സൊസൈറ്റിയുടെ പെക്യൂലിയർ ഫീച്ചേഴ്സിനെ കുറിച്ചാണ്. അവരുടെ രാഷ്ട്രീയം, അവരുടെ സാമൂഹ്യ വ്യവസ്ഥ, ഇത്തരം കാര്യങ്ങളെ കുറിച്ചാണ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ജനത കലയിലും കരകൗശല വിദ്യയിലും ഒക്കെ വലിയ പ്രാവീണ്യമുള്ള ജനവിഭാഗമായിരുന്നു. നെയ്ത്തും അതുപോലെ വാസ്തുവിദ്യയിലും കൊത്തുപണികളിലും ശില്പവിദ്യയിലും ഒക്കെ അവർക്ക് നല്ല പ്രാവീണ്യം ഉണ്ടായിരുന്നു. കൂടാതെ ഇവര് നല്ല കച്ചവടക്കാരായിരുന്നു. കച്ചവടം അവർ ഈ ഒരു കാലഘട്ടത്തിലാണ് കൃഷി, കാർഷിക ഉൽപാദനം അതിന്റെ ഏറ്റവും ഉയർന്ന ലെവലിൽ എത്തുന്നത്. അതോട് കൂടിയിട്ട് സർപ്ലസ് പ്രൊഡക്ഷൻ, നല്ല രീതിയിൽ സർപ്ലസ് പ്രൊഡക്റ്റ് ഉണ്ടായി. ഈ സർപ്ലസ് പ്രൊഡക്റ്റ് സ്വാഭാവികമായിട്ടും അവരെ നല്ല കച്ചവടക്കാരാക്കി മാറ്റുകയും ചെയ്തു. ഇനി സാധനങ്ങൾക്ക് പകരം സാധനം കൈമാറുന്ന ബാർട്ടർ സിസ്റ്റമാണ് അന്ന് നിലവിലുണ്ടായിരുന്നതെങ്കിലും ഈ ഒരു കാലഘട്ടമായപ്പോഴേക്കും അവർ നിഷ്ക എന്ന പേരിലുള്ള നാണയങ്ങള് കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി ജനങ്ങളുടെ പ്രധാനപ്പെട്ട ആഹാരം പാലും പാലുൽപ്പന്നങ്ങളുമായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ആഹാരം. പശു ഈ ഒരു സമൂഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമ്പത്ത് തന്നെയായിരുന്നു. അതുകൊണ്ട് ധാരാളമായിട്ട് പാലും പാലുൽപ്പന്നങ്ങളും ഒക്കെ അവർക്ക് ലഭിച്ചിരുന്നു. അപ്പോൾ വളരെ കായികക്ഷമതയുള്ള ഒരു ജനതയായിരുന്നു ഇവർ. പിന്നെ അവരുടെ പ്രധാനപ്പെട്ട ഭക്ഷ്യധാന്യങ്ങള് ഗോതമ്പ്, ബാർലി, അരി, ഇതൊക്കെ അവര് യവം എന്ന പേരിൽ ബാർലി, ഇതൊക്കെയാണ് അവരുടെ പ്രധാനപ്പെട്ട ഭക്ഷ്യധാന്യങ്ങളായിട്ട് ഉണ്ടായിരുന്നത്. അതുപോലെ സ്ത്രീ പുരുഷന്മാരെല്ലാം തന്നെ ആഭരണ പ്രിയരായിരുന്നു. ധാരാളമായിട്ട് സ്വർണ്ണാഭരണങ്ങള് സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഉപയോഗിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അവരുടെ പ്രധാനപ്പെട്ട കായിക വിനോദങ്ങളായിരുന്നു ചാരിയോട്ട് പ്ലേസ്, അല്ലെങ്കിൽ തേരോട്ടം, തേരുകൾ പായിക്കുന്ന ഗെയിം, ചൂതുകളി, നൃത്തം, കുതിരപ്പന്തയം, നായാട്ട്, ഇതൊക്കെ ഈ ഒരു കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട അവരുടെ വിനോദ ഉപാധികളായിരുന്നു. ഇനി നമ്മൾ ഈ ഒരു ഭാഗത്ത് അന്നത്തെ ഒരു രാഷ്ട്രീയ വ്യവസ്ഥിതിയെ കുറിച്ചാണ് നോക്കുന്നത്. വേദകാലത്ത് ജനകീയ കൂട്ടായ്മയായ സഭ, സമിതി, ഇതിന്റെ ഒരു പ്രാമുഖ്യം നഷ്ടപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കും. നമ്മൾ ഋഗ്വേദ കാലഘട്ടത്തിലെ സഭയും സമിതിയും വിദാത എന്നൊക്കെ പറയുന്ന സഭകൾക്ക്, അസംബ്ലികൾക്ക് വലിയ പ്രാധാന്യമുള്ളതായിട്ട് പറഞ്ഞിരുന്നു. എന്നാൽ ഇവിടെ ഈ സഭയുടെയും സമിതിയുടെയും ഒരു പ്രാധാന്യം നഷ്ടപ്പെടുകയും അവിടെ രാജാവിന്റെ അധികാരം കൂടുതൽ ശക്തമാവുകയും ഒരു മൊണാർക്കി കൂടുതൽ ശക്തമായിട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. എന്ന് വെച്ചാൽ രാഷ്ട്രീയത്തിന്റെ ഒരു സ്വഭാവം മാറുന്നത് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ വിസിബിൾ ആകുന്നു. ഇനി വിദാത എന്ന ഒരു കൂട്ടായ്മ പൂർണ്ണമായിട്ടും ഈ കാലഘട്ടത്തിൽ ഇല്ലാതാവുന്നതും നമുക്ക് കാണാൻ സാധിക്കും. സഭയും സമിതിയും നിലവിലുണ്ടായിരുന്നു എങ്കിൽ പോലും ഇവരുടെ മേധാവിത്വം രാജകുടുംബങ്ങൾക്ക് തന്നെ ആയിരുന്നു. അതായത് പേരിന് 2 അസംബ്ലികൾ അവിടെ ഉണ്ട്, പക്ഷെ അതിനെ കൺട്രോൾ ചെയ്യുന്നതെല്ലാം രാജകുടുംബാംഗങ്ങൾ അല്ലെങ്കിൽ രാജാവ് തന്നെ ആയിരുന്നു. അപ്പൊ രാഷ്ട്രം എന്ന ഒരു പദവി ഈ കാലഘട്ടത്തിലാണ് പ്രത്യക്ഷപ്പെടുന്നത്. കൂടാതെ വർണ്ണ വ്യവസ്ഥ കൂടുതൽ ശക്തമാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ്. നമുക്ക് ഇവരുടെ സെറ്റിൽഡ് ലൈഫിലും കാര്യമായ വ്യത്യാസങ്ങൾ ഈ സമയത്ത് വരുന്നുണ്ട്. എന്ന് വെച്ചാൽ DN ഝായുടെ അഭിപ്രായത്തില് ഒരു മൊണാർക്കിയൽ സ്റ്റേറ്റ് ആയിട്ട് ശരിക്കും ഇവര് രൂപപ്പെടുന്നത് ഈ പിൽക്കാല വേദകാലത്തിന്റെ പ്രത്യേകതയായിട്ട് പറയപ്പെടുന്നുണ്ട്. ഇനി അന്നത്തെ മതപരമായിട്ട് ഋഗ്വേദകാലത്തെ പ്രധാനപ്പെട്ട ദേവതകള് അഗ്നി ആയിരുന്നല്ലോ. അഗ്നിയും അതുപോലെ ഇന്ദ്രനും ഒക്കെ ആയിരുന്നു. എന്നാൽ ഇവർക്ക് പ്രാമുഖ്യം നഷ്ടപ്പെടുന്നതാണ് നമ്മൾ പിൽക്കാല വേദകാലഘട്ടത്തില് കാണുന്നത്. ഋഗ്വേദത്തിലുണ്ടായിരുന്ന പുരന്ദരൻ എന്ന പേരിലൊക്കെ നമ്മൾ ഇന്ദ്രനെ ആരാധിച്ചിരുന്നതായിട്ടൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഇതിന്റെ ഒരു പ്രാധാന്യം നഷ്ടപ്പെടുകയും പ്രജാപതി അഥവാ സൃഷ്ടാവ്, രുദ്രൻ, ശിവൻ എന്നീ പേരുകളിലൊക്കെ അവര് വിഷ്ണുവിനെയൊക്കെ ആരാധിക്കാൻ തുടങ്ങുന്നത് ഈ കാലഘട്ടത്തിലാണ്. അപ്പൊ ശൈവ വൈഷ്ണവ സിസ്റ്റത്തിലേക്കൊക്കെയുള്ള ഒരു വളർച്ചയുടെ ഘട്ടമായിട്ട് നമുക്കിതിനെ വിലയിരുത്താനായിട്ട് സാധിക്കും. ഇനി സാമൂഹിക വ്യവസ്ഥ, ഈ ഒരു പിൽക്കാല വേദകാലത്ത് വർണ്ണ വ്യവസ്ഥ കൂടുതൽ ശക്തമാകുന്നു. ക്ഷത്രിയരും ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യരും പ്രധാനപ്പെട്ട ഗ്രൂപ്പുകൾ, അതിന് താഴെ അവരുടെ പാദസേവ ചെയ്യുന്ന ശൂദ്ര ഗ്രൂപ്പും, ഇങ്ങനെ ആ ഒരു വർണ്ണ വ്യവസ്ഥ വളരെ ശക്തമാകുന്നു. പിന്നീട് അതിലേക്ക് അസ്പൃശ്യതയും ശുദ്ധി എന്ന കോൺസെപ്റ്റ് ഒക്കെ കടന്നു വരുന്നു. ശുദ്ധി അശുദ്ധി കോൺസെപ്റ്റ് ഒക്കെ ഇതിലേക്ക് കടന്നു വരുന്നുണ്ട്. അപ്പൊ പിൽക്കാല വേദങ്ങളുടെ കാലഘട്ടത്താണ് ഇതൊക്കെ സംഭവിക്കുന്നത്.
ഇനി ഈ ഒരു കാലഘട്ടത്തില് മാരേജ് സിസ്റ്റത്തിലൊക്കെ കാര്യമായ മാറ്റങ്ങൾ വരുന്നുണ്ട്. അതിനു മുൻപ് മാരേജിൽ വരുന്ന മാറ്റത്തിന്റെ മുന്നോടിയായിട്ട് സ്ത്രീകളുടെ പൊസിഷനെ കുറിച്ച് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ട് വരും. അതായത് ഋഗ്വേദ കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് ഉന്നതമായ പൊസിഷൻ ഉണ്ടായിരുന്നു. പാട്രിയാർക്കി തന്നെയായിരുന്നു, പിതൃദായ ക്രമം തന്നെയായിരുന്നു അന്ന് നിലനിന്നിരുന്നതെങ്കിൽ പോലും പാട്രിയാർക്കി കൂടുതൽ സ്ട്രോങ് ആവുന്നു. അവിടെ അച്ഛന് അല്ലെങ്കിൽ പുരുഷന്മാർക്ക് കൂടുതൽ പ്രാധാന്യം ലഭിക്കുകയും സ്ത്രീകൾ സ്വാഭാവികമായിട്ടും ഒരു സെക്കൻഡ് ഫോൾഡിലേക്ക് നീങ്ങി നിൽക്കേണ്ട സാഹചര്യം വരികയും ചെയ്തു. അപ്പോൾ ഈ കാലഘട്ടത്തില് ആണ് നമുക്ക് പിൽക്കാല വേദങ്ങളില് ഭട്ടാചാര്യ അതുപോലെ സുകുമാരി എന്നീ പദങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്ന് വെച്ചാല് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസത്തിനേക്കാളേറെ മാരേജിന് പ്രാധാന്യം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പെൺകുട്ടികളെ വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കുന്ന വേദങ്ങളൊന്നും പഠിപ്പിക്കുന്നതിന് പകരമായിട്ട് അവരെ വേഗം തന്നെ വിവാഹ ജീവിതത്തിലേക്കും ഹോംലി ക്യാരോസിലേക്ക് തള്ളിവിടുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പൊ അതുമായിട്ട് അനുബന്ധമായിട്ടുള്ള രണ്ട് പദങ്ങളാണ് ഈ ഭട്ടാചാര്യ അതുപോലെ സുകുമാരി എന്നീ പദങ്ങൾ. ആൺകുട്ടികളെയാണ് വിദ്യാഭ്യാസത്തിനായിട്ട് പറഞ്ഞയക്കുന്നത്, പെൺകുട്ടികളെ നേരെ വിവാഹത്തിലേക്ക്. അതോടുകൂടി തന്നെ ഈ ഏർലി മാരേജ്, ശൈശവ വിവാഹമൊക്കെ വരുന്നു. ഇത് സ്ത്രീകളുടെ പദവി ഒന്നുകൂടി താഴ്ത്തുന്നു. കൂടാതെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പെൺകുട്ടികൾ പ്യൂബർട്ടി അറ്റൈൻ ചെയ്താൽ പിന്നെ ആ പെൺകുട്ടി അവിവാഹിതയായിരിക്കുന്നത് അച്ഛന് വലിയ ദോഷമായിട്ട് കണക്കാക്കപ്പെട്ടു. അത് ഒരു അഭിമാന പ്രശ്നം കൂടിയായിട്ട് കണക്കാക്കപ്പെട്ടു. അപ്പോൾ പ്യൂബർട്ടിക്ക് മുന്നോടിയായിട്ട് തന്നെ പെൺകുട്ടികളെ വിവാഹം ചെയ്ത് അയക്കുന്ന രീതി നിലവിൽ വന്നു. അതോടുകൂടി വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പെൺകുട്ടികൾ പ്രസവിക്കുന്ന സാഹചര്യം, അത് കുട്ടികളുടെ ആരോഗ്യത്തെ വലിയ രീതിയിൽ ബാധിച്ചു. അതുകൊണ്ട് തന്നെ പെൺകുട്ടികളുടെ ചെറിയ പ്രായത്തിലുള്ള പെൺകുട്ടികളുടെ മരണം ഈ ഒരു കാലഘട്ടത്തിൽ കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. ഇനി മാരേജിൽ നിലവിലുണ്ടായിരുന്ന രണ്ട് സിസ്റ്റംസ് ആണ് അനുലോമ ആൻഡ് പ്രതിലോമ. അതായത് അനുലോമ എന്ന് പറഞ്ഞാൽ ലോവർ കാസ്റ്റിലെ പെൺകുട്ടി ഹയർ കാസ്റ്റിലെ ആൺകുട്ടിയെ അല്ലെങ്കിൽ പുരുഷനെ വിവാഹം കഴിക്കുന്നതാണ് അനുലോമ. ഇനി പ്രതിലോമ നേരെ ഓപ്പോസിറ്റ് ആണ്. ഉയർന്ന കാസ്റ്റിലുള്ള പെൺകുട്ടി ലോവർ കാസ്റ്റിലുള്ള പുരുഷനെ ആൺകുട്ടിയെ വിവാഹം കഴിക്കുന്നതാണ് പ്രതിലോമ വിവാഹം. ഈ രണ്ട് രീതികളും ഈ ഒരു കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്നു. ഇനി നമുക്ക് ജീവിതത്തെ സംബന്ധിക്കുന്ന 4 പ്രധാന ദർശനങ്ങളാണ് ആശ്രമ വ്യവസ്ഥ എന്നറിയപ്പെടുന്നത്. ആശ്രമങ്ങള് ജീവിതത്തില് 4 ആശ്രമങ്ങളിലൂടെയാണ് ഒരു പുരുഷൻ കടന്നു പോകേണ്ടത്. ഇതിലും സ്ത്രീകളെ അല്ല പരാമർശിക്കുന്നത്, പുരുഷനെയാണ്. ഒരു പുരുഷ ജീവിതത്തിൽ 4 കാലഘട്ടം, അതായത് 100 വർഷമായിട്ട് ഒരാളുടെ ആയുസ്സിനെ കണക്കാക്കുമ്പോൾ അതില് ആദ്യത്തെ 25 വർഷക്കാലം, അതായത് ആദ്യ പാദം വിദ്യാഭ്യാസത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന കാലമാണ്, അല്ലെങ്കിൽ ബ്രഹ്മചര്യത്തിന്റെ കാലമാണ്. രണ്ടാമത്തേത് 25 മുതൽ ഇതിനു ശേഷമുള്ള രണ്ടാമത്തെ പാദമാണ് 50 വയസ്സ് വരെയുള്ളത്. ഇത് ഗൃഹസ്ഥാശ്രമമാണ്. ഇവിടെയാണ് വിവാഹവും ലൈംഗിക ജീവിതത്തിനൊക്കെ പ്രാധാന്യം ലഭിക്കുന്നത്. ഈ ഒരു കാലഘട്ടത്തിലാണ്. മൂന്നാമത്തെ കാലഘട്ടം, മൂന്നാമത്തെ പാദം 50 വയസ്സ് മുതൽ 75 വയസ്സ് വരെയുള്ള കാലമാണ്. ഇത് സാധാരണ കുടുംബ ജീവിതത്തിൽ നിന്നും ലൗകിക സുഖഭോഗങ്ങളിൽ നിന്നും ഒക്കെയുള്ള ഒരു റിട്ടയർമെന്റ് പീരീഡ് ആണ്. ഈ ഒരു കാലഘട്ടത്തില് നമ്മൾ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ജീവിതത്തിന്റെ ലക്ഷ്യം മോക്ഷപ്രാപ്തിയാണ്. അപ്പോൾ മോക്ഷപ്രാപ്തിയോട് അടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാലഘട്ടമാണ്, ഒരു റിട്ടയർമെന്റ് പീരീഡ് ആണിത്. ഇത് അടുത്തത് വാനപ്രസ്ഥമാണ്. ഈ ഒരു പീരീഡിന് വാനപ്രസ്ഥം എന്നാണ് അറിയപ്പെടുന്നത്. 4മത്തേതാണ് സന്യാസം എന്നറിയപ്പെടുന്ന പുരുഷ ജീവിതത്തിന്റെ അവസാന പാദമാണത്. അപ്പോൾ ഇവിടെ ശരിക്കും നമ്മുടെ വേൾഡ്ലി ലൈഫിനോട് ഒരു യാത്ര പറയുന്ന ഒരു ഘട്ടമാണ്. എന്ന് വെച്ചാല് വനവാസത്തിന് പോയിട്ട് മരണം വരെ വനത്തിൽ തപസ് അനുഷ്ഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഇത്. അപ്പൊ ഇങ്ങനെ ഒരു പുരുഷ ജീവിതത്തെ ഇങ്ങനെ 4 ആശ്രമങ്ങളിലൂടെ കടന്നു പോകുന്നതായിട്ട് സങ്കല്പിക്കുന്ന ഈ ഒരു ആശ്രമ സിസ്റ്റം കടന്നു വരുന്നതും ഈ പിൽക്കാല വേദകാലഘട്ടത്തിന്റെ ഒരു സവിശേഷതയാണ്. ഇത്രയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുള്ളത്. താങ്ക് യു.